വേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനം UDF കോൺഗ്രസ് പാർട്ടിയും നടത്തുന്നതാണ്. ഈ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിച്ച തെറ്റായ സമീപനം തന്നെയാണ്. ശബരിമലയെ പോലുള്ള ആരാധനാ കേന്ദ്രത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണം അടിച്ചു മാറ്റിയവരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് നടത്തിയ ശ്രമം വിശ്വാസ സമൂഹത്തെ വലിയ തോതിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും നിയന്ത്രിക്കാൻ കഴിയാത്ത വിലക്കയറ്റവും തുടർഭരണത്തിന്റെ അഹങ്കാരവും ജനങ്ങൾക്ക് ഒട്ടും ബോധിച്ചില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. ജനങ്ങളെ ഗൗരവത്തിലെടുക്കാതെ, ജനങ്ങളുടെ താല്പര്യം കണക്കിലെടുക്കാതെ ഏകാധിപത്യത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോയ ഒരു ഭരണാധികാരിയുടെയും ഭരണകൂടത്തിന്റെയും വീഴ്ചയാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത്. അതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഈ ജനവിധിയെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. 2010 UDF നേടിയ അതേ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണമായി റിസൾട്ടുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായി വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഒരു വൻപിച്ച ജനമുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ UDFന് ഉണ്ടായിരിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. ശക്തി കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം UDFനെ പറ്റിയാണ് പറഞ്ഞത്, പക്ഷെ അത് ഉണ്ടായത് LDFനെ പറ്റിയാണ്. LDFന്റെ ശക്തി കേന്ദ്രങ്ങൾ കേരളത്തിൽ പല ഭാഗത്തും പിടിച്ചെടുക്കാൻ UDFന് സാധിച്ചു. എനിക്ക് ചുമതല ഉണ്ടായിരുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലാണ്. 50 വർഷമായി കോഴിക്കോട് കോർപ്പറേഷനിൽ മൃഗീയമായ ഭൂരിപക്ഷത്തോടെ LDF ഭരിക്കുകയായി. ഓരോ തവണയും CPMന് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് 50 വർഷമായി ഭരിക്കുകയായിരുന്നു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വരുത്തിയും CPMന് സ്വാധീനമുള്ള മേഖലകൾ കൂട്ടിച്ചേർത്തിട്ടും മേയറെ അടക്കം തോൽപ്പിച്ചുകൊണ്ട് ജനങ്ങൾ കോഴിക്കോട് ശക്തമായി തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ഇതുപോലെയാണ് മറ്റെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെയുള്ള അതിശക്തമായ ഒരു തിരിച്ചടിയാണ്. ഇത് എല്ലാ പാർട്ടി പ്രവർത്തകരും ജനങ്ങൾക്കും ഞാൻ ഈ വിജയം സമ്മാനിക്കുന്നു. പാർട്ടി പ്രവർത്തകർ ഒരുമിച്ച്, എല്ലാ നേതാക്കളും ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായിരിക്കുന്ന ഈ വൻപിച്ച വിജയം. തന്നെയുമല്ല, നേരത്തെ തന്നെ മുന്നൊരുക്കം നടത്താൻ പാർട്ടി തീരുമാനിക്കുകയും UDF നേതാക്കന്മാർ അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് UDF ഒരു മനസ്സോടെ പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഈ വിജയം. ഈ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. UDF പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുന്നു. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായും 2010 വലിയൊരു വിജയം ഉണ്ടായിരിക്കുന്നു എന്നത് നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയാണ്. കൂടുതൽ വിനയത്തോടെ, കൂടുതൽ ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു സന്ദേശമാണ് ഈ വിജയം ഞങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് യോജിച്ച് ഒരു മനസ്സോടെ UDF പ്രവർത്തിക്കും എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്, ഞാനിവിടെ ആലപ്പുഴ പ്രസ് ക്ലബിൽ വെച്ച് തന്നെ പറഞ്ഞതാണ്, ആലപ്പുഴ DCC ഓഫീസിൽ വെച്ച് തന്നെ പറഞ്ഞതാണ്, UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം രൂപപ്പെടുന്നുണ്ട് എന്നുള്ളത്. അത് വളരെ വാസ്തവമാണ്. അത് എൻ്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത്. BJPക്ക് അത്ര വലിയ മുന്നേറ്റം ഉണ്ടായതായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ ചില മേഖലകളിൽ അവർക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെയും പൂർണ്ണമായ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ വിലയിരുത്തും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന് കഴിഞ്ഞാണ് 10 സീറ്റുകളായി. ഞങ്ങളത് ഇരട്ടിയാക്കിയിട്ടുണ്ട്.
ഞങ്ങൾ നല്ലൊരു പോരാട്ടമാണ് ഇത്തവണ നടത്തിയത്. ഞങ്ങൾക്ക് കുറേ കൂടി സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഏതെല്ലാം സ്ഥലങ്ങളിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടായി എന്നത് പൂർണ്ണമായ റിസൾട്ട് വന്ന ശേഷം പരിശോധിച്ചിട്ട് പറയും. അല്ല, ഇതിനകത്ത് ഒരു കാര്യം എല്ലാ പാർട്ടി പ്രവർത്തകരും മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ നൽകിയിരിക്കുന്ന ഈ വിധി, ജനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പിന്തുണ, അത് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ഐക്യത്തോടെയും യോജിപ്പോടെയും വരാൻ പോകുന്ന 5 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ജനങ്ങൾ നൽകുന്ന ഈ സന്ദേശം. അങ്ങനെ പ്രവർത്തിച്ചാൽ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ളത് സംശയമില്ല. അങ്ങനെ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഇവിടെ വോട്ട് ചെയ്തിരിക്കുന്നത്. അതൊക്കെ പറയട്ടെ, ഇതിൻ്റെ പൂർണ്ണമായ റിസൾട്ട് വന്നു കഴിഞ്ഞില്ലല്ലോ. ഈ റിസൾട്ട് ഒരു ദുർഭരണത്തെ ജനങ്ങൾ എങ്ങനെ വെറുക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പം അതുകൊണ്ട് ജനങ്ങൾ നൽകിയ തിരിച്ചടി, LDFന് നൽകിയ തിരിച്ചടി തന്നെയാണ്, ഭരണത്തിൽ നൽകിയ തിരിച്ചടിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ കൂടുതൽ വിനയത്തോടെ ജനങ്ങൾക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട്. ദുർഭരണത്തിനേറ്റ തിരിച്ചടിയാണ്. സന്തോഷമായി കാണുകയാണ്. ജനങ്ങളുടെ വിജയമാണ് ഇത്, BJP പ്രവർത്തകരുടെ വിജയമാണ്. തിരുവനന്തപുരത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വിജയമാണ്. അഴിമതി ഇല്ലാത്തൊരു ഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ തരത്തിൽ ഒരു വിജയം ഉണ്ടായി. BJP ആ തരത്തിൽ തന്നെ മുമ്പോട്ട് പോകും. NDA ആ തരത്തിൽ മുമ്പോട്ട് പോകും. വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് ഇങ്ങനെ ഒരു ചരിത്ര വിജയം. സത്യം, ജനാധിപത്യപരമായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്ത് CPM പ്രവർത്തിച്ചിട്ട് പോലും ജനങ്ങൾ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരു വശത്ത് NDAയുടെ ആഹ്ലാദ പ്രകടനം. രമേശ് ചെന്നിത്തല എടുത്തു പറഞ്ഞിരിക്കുന്നു, ശബരിമല സ്വർണ്ണപ്പാളിയാണ് വലിയ തിരിച്ചടിക്ക് ഇടയാക്കിയത് എന്നുള്ളത്. അപ്പോൾ ഇനി UDF കോർപ്പറേഷനുകളിലേക്ക് മത്സരിച്ച് വിജയിച്ച BJP സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായി പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തുകയാണ്. അതാണ് VV രാജേഷ് പറഞ്ഞത്. ഇങ്ങനെ ചെറു സംഘങ്ങളായി വന്ന് അവർ പിന്നീട് വിജയയാത്ര തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പാർട്ടി ആസ്ഥാനത്ത് വലിയ ആഹ്ലാദം നമുക്ക് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നു. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം നഗരത്തിലൂടെ വിജയയാത്ര നടത്തും എന്നുള്ളതാണ്. S സുരേഷിനെ പോലെയുള്ളവർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അനൂപിനെ പോലെയുള്ളവരെ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു ഭിന്നതകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലും മറികടന്നുകൊണ്ട് NDA നേടിയിരിക്കുന്ന ഒരു തിളക്കമാർന്നിട്ടുള്ള വിജയം എന്തായിരിക്കും സംസ്ഥാന അധ്യക്ഷൻ പറയാൻ പോകുന്നത്? അഭിലാഷ്, ഞാൻ അതാണ് ഉറ്റുനോക്കുന്നത്. 2026 ആ ഒരു സാമ്പിൾ വെടിക്കെട്ട് ഞങ്ങളിതാ പൊട്ടിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് എന്നാകുമോ രാജീവ് ചന്ദ്രശേഖർ പറയുക? തീർച്ചയായും രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമാകുന്ന നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ, ഇലക്ട്രോണിക്സ് മേഖലയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന രാജീവ് ചന്ദ്രശേഖർ, വ്യവസായി എന്ന നിലയിൽ പ്രവർത്തിച്ച് മാത്രം പരിചയമുള്ള രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പദവിയിലേക്ക് എത്തുമ്പോൾ ചോദ്യങ്ങൾ നിരവധിയായിരുന്നു. പാർട്ടിക്കകത്ത് പോലും സംശയങ്ങൾ നിരവധിയായിരുന്നു. പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാനും രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഉള്ള ഒരു നേതാവിന് സാധിക്കുമോ എന്നതായിരുന്നു. രാഷ്ട്രീയം പറയുന്നില്ല എന്ന് BJPക്കകത്ത് നിന്ന് വിമർശനം വന്നതാണ്. നമുക്കറിയാം, നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് അന്ന് പറഞ്ഞു, നോക്കുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അവിടെ തെളിയിക്കുമെന്നാണ് പറഞ്ഞത്. അത് തെളിയിച്ചിരിക്കുന്നു എന്ന് മറുപടി BJPക്കകത്തുള്ള ഒരു വിഭാഗത്തിന് കൂടിയാണ്. യെസ്, തിരുവനന്തപുരം നഗരത്തിലൂടെ സഞ്ചരിച്ചവർക്ക് കാണാൻ സാധിക്കുമായിരുന്നു അവരുടെ മുദ്രാവാക്യങ്ങളെല്ലാം ഇനി മാറും, മാറാത്തത് മാറും എന്നത് തന്നെയായിരുന്നു. അങ്ങനെ ഒരു മാറ്റമായിരുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലും BJP എന്ന രാഷ്ട്രീയ സംഘടന നടത്തിയത്. ആ മാറ്റം ഇതാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. ആ തലമാറ്റം എന്നത് തിരുവനന്തപുരത്തിന്റെ തലസ്ഥാന നഗരത്തിന്റെ മാറ്റമായി മാറുമോ എന്നതാണ് നമ്മൾ അല്പസമയത്തിനകം അറിയുന്നത്.